മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. എന്താ പറയുന്നത്? മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അപ്പോൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ താരതമ്യം ചെയ്യല്ലേ മക്കളെ ചെയ്യുന്നത്? അതെ, നമ്മുടെ മാതൃഭാഷ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ മാതൃഭാഷയെ സ്നേഹിക്കണം. ഏതൊക്കെ ഭാഷകൾ നമ്മൾ കൈകാര്യം ചെയ്താലും, നമ്മുടെ ഏതൊക്കെ നാട്ടിൽ പോയാലും, ഏതൊക്കെ ഭാഷകൾ ഉപയോഗിച്ച് നമ്മൾ എവിടെയൊക്കെ പോയാലും, ഏത് നാട്ടിലും എവിടെ പോയാലും എൻ്റെ മാതൃഭാഷ മലയാളമാണെന്ന് പറയാനുള്ള അഭിമാനം, എൻ്റെ മാതൃഭാഷ മലയാളം എന്ന് പറയാനുള്ള ഓരോരുത്തരുടെയും ആ ചങ്കുറപ്പുണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടത്. അതാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മൾ ഏതൊക്കെ ഭാഷകളെ ഉപയോഗിച്ചാലും എല്ലാ ഭാഷകളും നമുക്കറിയണം. നമുക്ക് വേറെ ഏത് നാട്ടിൽ പോയാലും ആ ഭാഷകൾ അറിയണം, എല്ലാ ഭാഷകളും നമുക്കറിയണം. ഒരു ഭാഷകളെയും നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല, എല്ലാ ഭാഷകളും നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഒന്നാമതായി ആദ്യമായി എൻ്റെ ഭാഷ, എൻ്റെ അമ്മയെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിച്ചു. എൻ്റെ അമ്മയെയാണ് ആദ്യമായി കാണുന്നതും, അമ്മയിലൂടെയാണ് ലോകം കാണുന്നതും. എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിച്ച പോലെ ഞാൻ എൻ്റെ മാതൃഭാഷ സ്നേഹിക്കുന്നു, എൻ്റെ മലയാളത്തെ സ്നേഹിക്കുന്നു. അങ്ങനെ പറയാനുള്ള ചങ്കുറപ്പ് ഓരോരുത്തർക്കും ഉണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാവണം. മാതൃഭാഷ തള്ളിപ്പറയുന്നവരോടാണ് അടുത്ത്. മാതൃഭാഷ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരെ. മലയാളം ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് ഡിഗ്രിക്കും ഒരുപാട് ഉന്നത വിദ്യാഭ്യാസം എത്രയോ പേരുണ്ട്. മലയാളം ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്നും മലയാളത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ മലയാളത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു ക്ലാസ് നമുക്കുണ്ട്, 6ാം ക്ലാസ്സിലൊരു ക്ലാസ് നമുക്കുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്കങ്ങ് നീങ്ങാം, അല്ല കുട്ടികളെ? അപ്പോൾ എല്ലാവരും ടീച്ചറുടെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, എല്ലാ മക്കളും അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്ക്. അപ്പോൾ മാതൃഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, കേട്ടല്ലോ? എൻ്റെ മക്കളെല്ലാ കുട്ടികളും നമ്മുടെ മാതൃഭാഷ സ്നേഹിക്കണമെന്ന് മാത്രമേ ടീച്ചർക്ക് പറയാനുള്ളൂ. എല്ലാ മക്കളും മാത്രം എല്ലാവരും. മലയാള ഭാഷയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയതെന്നാ 2013 മെയ് 23-നാണ് നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഓർത്ത് വെക്കണം കുട്ടികളെ. എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാ. നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതെന്നാ 2013 മെയ് 23-നാണ്. അതുകൂടി ഓർത്ത് വെക്കണം, കേട്ടല്ലോ? അപ്പം എല്ലാ കുട്ടികളും നല്ല മക്കളായിട്ടിരിക്കണം.